ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ 8 മണി ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്നൊരു ചെറിയ മിനി ഡേ ട്രിപ്പിന് പോവുകയാണ്. അതിനായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഈ കാണുന്നത്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ എപ്പോഴുമുള്ള ട്രാവൽ പാർട്ട്നേഴ്സ് സുമിയും ഫാമിലിയും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് പീക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്കിലേക്കാണ്. അതിൻ്റെ കൂടെ വിന്നേറ്റ് പാസ് കൂടെ കവർ ചെയ്ത് തിരിച്ചു പോരാനാണ് ഞങ്ങളുടെ പ്ലാന്. സോ ഇന്നത്തെ വീഡിയോയിൽ പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം. UK ആകെ മൊത്തം 15 നാഷണൽ പാർക്കുകളാണുള്ളത്. നാഷണൽ പാർക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ബ്യൂട്ടിയും വൈൽഡ് ലൈഫിനെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ഗവൺമെൻറ് പ്രത്യേകമായി സംരക്ഷിച്ചു പോകുന്ന ഏരിയാസ് ആണ്. അതിനകത്ത് 15 എണ്ണത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ പീക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്ക്. 1951 മുതലാണ് നാഷണൽ പാർക്കായിട്ട് ഈ പീക്ക് ഡിസ്ട്രിക്റ്റിനെ അംഗീകരിച്ച് സംരക്ഷിച്ചു പോന്നു തുടങ്ങിയത്. നിങ്ങൾ കാണുന്നത് പോലെ ആ പോണ വഴി തന്നെ വളരെ ഭംഗിയാണ് കാണാനായിട്ട്. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പാണ് കാണുന്നത്. ജൂലൈയിലെ നല്ല സമ്മർ ടൈമിലാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി സൈക്കിളുകാരെയും ക്യാമ്പിങ്ങിനും ഹൈക്കിങ്ങിനും ഒക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരെ നമുക്കിവിടെ കാണാം. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തി. നിങ്ങൾ കാണുന്നത് പോലെ അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെയാണിത്. ഏകദേശം 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങളിവിടെ എത്തി. ആ ഒരു ടൈമിൽ തന്നെ പാർക്കിംഗ് ഏരിയയുടെ പകുതിയും ഫുള്ളായിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ കാണുന്നത് പോലെ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ഈ പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഈ ഒരു പ്ലേസിൻ്റെ പേരാണ് ഡോവ്ഡേലെ. ഈ ഒരു റിവറിൻ്റെ പേരാണ് ഡോവ്. അതിനോടനുബന്ധിച്ച് ഈ ഒരു സ്ഥലം ഡോവ്ഡേൽ എന്നാണ് അറിയപ്പെടുന്നത്. പീക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഏകദേശം 1400ഓളം കിലോമീറ്റർ ഏരിയയിലുള്ള ഈ പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ 80% ഏരിയയും പ്രൈവറ്റ് ആണ്. വളരെ ചുരുക്കം ഏരിയ മാത്രമാണ് നാഷണൽ ട്രസ്റ്റ് അതോറിറ്റി ഓൺ ചെയ്യുന്നത്. അതിലൊന്നാണ് ഈ ഡോവ്ഡേൽ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഈ ഡോവ് നദിയുടെ കുറുകെ പണിതിട്ടുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോണ്. അങ്ങോട്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റിവറിൻ്റെ 2 സൈഡിൽ കൂടി അങ്ങോട്ടുള്ള വഴിയുണ്ട്. നല്ല തെളിഞ്ഞ ഈ റിവർ കണ്ടപ്പോൾ എല്ലാവർക്കും അതിലിറങ്ങി കളിക്കണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്പുറത്തെ നല്ല വഴിയെല്ലാം ഉപേക്ഷിച്ച് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്നു. ഈ ഒരു വഴി കുറച്ച് ദുർഘടം പിടിച്ചത് തന്നെയാണ്. കൊച്ചു കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ ബഗ്ഗിയൊക്കെ ആയിട്ട് വരുന്നവർ ഈ വഴി സെലക്ട് ചെയ്യരുത്. അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് നല്ല റോഡുള്ളത്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ അടുത്തെത്താറായി. ഈ വീഡിയോയിൽ അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാം ആൾക്കാർ ഈ റിവറെ ക്രോസ് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ കൂടെ. അങ്ങനെ ഞങ്ങളും ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പ്രാവശ്യം നടന്ന് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണിൽ കൂടെ നടന്നു പോകാനായിട്ട് 2 സൈഡിലും ആൾക്കാർ ക്യൂ ഒക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് തന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ. ഇപ്പോൾ 2 മലകൾക്കിടയിലൂടെ പോകുന്ന ഡോവ് നദിയും അതിൻ്റെ കുറുകെ വരുന്നിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണും ശരിക്കും ഒരു അടിപൊളി വ്യൂ തന്നെയാണ് നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ഏരിയയൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വച്ചിരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. കുട്ടികളൊക്കെ വെള്ളത്തിലിറങ്ങി കുറേ കളിച്ചു, അതിലേക്കൂടെ ഓടിച്ചാടി കളിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഈ പുറകിൽ കാണുന്ന ഈ മലയുടെ മുകളിലോട്ടൊക്കെ ഒത്തിരി പേര് കയറി പോകുന്നതായിട്ട് കാണാം ഹൈക്കിങ്ങിനായിട്ടും. പിന്നെ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും അവിടെ കയറി നിന്നാൽ. നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നില്ല. ഇനി ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് തിരിച്ചു പോരാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്.
ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് വിന്നറ്റ് പാസിലേക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം 40-45 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് അങ്ങോട്ട്. ഏതാനും മിനിറ്റുകൾ മാത്രം ഡ്രൈവ് ചെയ്യാനുള്ള 2 മലകൾക്കിടയിലൂടെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ഒരു റോഡ്, അതിനെയാണ് വിന്നറ്റ് പാസ് എന്ന് പറയുന്നത്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള മലകൾ ലൈംസ്റ്റോൺ ഹിൽസ് ആണ്. എന്നുവെച്ചാൽ 3000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിലെ പവിഴപ്പുറ്റുകളിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് ഈ ഒരു മലകൾ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിക്ക പാറകളിലും രസകരമായ ഫോസിലുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് കാർ പാർക്ക്. കാർ പാർക്കിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ മറ്റൊരു അട്രാക്ഷനും കൂടിയുണ്ട്. അതാണ് അണ്ടർഗ്രൗണ്ട് മൈനിങ്. നേരത്തെ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുവാണെങ്കിൽ അത് പോയി കാണാനുള്ള അവസരമുണ്ട്. ഏകദേശം 600ഓളം ഫീറ്റ് അണ്ടർഗ്രൗണ്ടിൽ 1 കിലോമീറ്ററോളം വരുന്ന ബോട്ട് ട്രിപ്പാണ് അവിടെ. ഞങ്ങൾ ഓൺലൈനായിട്ട് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യാത്തത് കാരണം അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒത്തിരി പേര് മലയൊക്കെ ഈസിയായി ഓടിച്ചാടി കയറി പോകുന്നതൊക്കെ കാണാമായിരുന്നു. അങ്ങനെ ഒരു ചെറിയ മലയെങ്കിലും കയറാം എന്നുള്ള ഒരു പ്ലാനിൽ ഞങ്ങളും പയ്യെ കയറി തുടങ്ങി. കയറിയതുപോലെ അത്ര എളുപ്പമൊന്നുമല്ല ഇറങ്ങാനായിട്ട്, നല്ല പാടായിരുന്നു. ഏതായാലും ഞങ്ങൾ കുറച്ച് കയറി അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എല്ലാം ഒന്ന് ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചു വന്നു. ഈ മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ അപാരമാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗിയാണ്. ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറി ഒരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിക്കണം. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ മടക്കയാത്രയിലാണ്. തൽക്കാലത്തേക്ക് പീക്ക് ഡിസ്ട്രിക്റ്റിനോട് വിട പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.